അപ്പോൾ 2 മാസം ഒന്ന് കറങ്ങി വരാന്നുള്ള രീതിയിലാണ് പോയത്. 2 മാസമായപ്പോഴത്തേക്കും മനസ്സിലായി ഒന്നും വർക്കൗട്ട് ആവില്ല, ഇവിടെ പരിപാടികൾ വേറെയാണ്. എനിക്ക് കുറച്ച് ആഡ്സ് ഒക്കെ കിട്ടി അവിടെ. അപ്പോൾ ആഡ്സിലൊക്കെ എനിക്ക് നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഒരുപാട് സിനിമകൾ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ഒരു ഓഡിഷൻ ടേപ്പ് കണ്ടിട്ടാണ് ശങ്കറിന്റെ അസിസ്റ്റന്റ് ഹോസ്മിൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെറിയൊരു പരിപാടി ചെയ്തതിനു ശേഷം ആ സ്ഥാനം വെച്ചിട്ടാണ് എന്നെ പ്രണയകാലത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ കുറെ കണക്ഷൻസ് ഉണ്ട് എനിക്ക്. ബോംബെ മുതലാണ് എനിക്ക് കണക്ഷൻസ് കിട്ടി തുടങ്ങുന്നത്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റാ. അതെ അതെ അതെ. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രണയകാലത്തിന് ശേഷം പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല, കോവരെ. കോവിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ വന്നത്. ആളുകൾ കൊതിക്കുന്ന ചില ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ഒക്കെ അജ്മൽ അമീർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതായത് ശ്യാം പ്രസാദിന്റെ കൂടെ അരികെ എന്നുള്ള ഒരു ക്യാരക്ടറിൽ വർക്ക് ചെയ്യുന്നു. അതിന് ആ ക്യാരക്ടറിന് വല്ലാത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് തന്നെ സംവിധാനം കാണുമ്പോൾ അജ്മൽ അമീറിന്റെ ഫസ്റ്റ് ഷോട്ടിൽ ആ ബോഡി ലാംഗ്വേജ് കണ്ടല്ലോ അറിയാം ഇയാൾക്ക് സംവൃതയെ ഇംപ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അയാളുടേതായിട്ടുള്ള ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു പടമാണ്. അത് എത്രയോ കുറവ് സ്ക്രീൻ സ്പേസ് ആണ് ആ പടത്തിലുള്ളത്. ഇവര് വിളിക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടാണോ സംഭവിക്കുന്നത്, അവരുടെ പിക്കാണോ അജ്മല്? ശ്യാം സാറിന്റെ പിക്കായിരുന്നു ഞാൻ. ഞങ്ങള് ഇതിന് ഋതുവിൽ എന്നെ അദ്ദേഹം സജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഋതു നമുക്ക് ചെയ്യാന്നുള്ള. ഞാനും പൃഥ്വിയും ഭാവനയും ആയിരുന്നു അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത്. അതിനുശേഷമാണ് ഇപ്പൊ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആസിഫിനെയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ചെയ്ത ആ സമയത്ത്. പിന്നീട് ശ്യാം സാർ തന്നെയാണ് എന്നെ അരികയിലേക്ക് വിളിച്ചതും ഈ ഒരു സംഭവം പറയണത്. ഞാനത് ചെയ്യാനുള്ള റീസൺ, ഞാൻ ആ സമയത്ത് തമിഴും തെലുങ്കും ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മലയാളി പ്രേക്ഷകരും വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അവർക്ക് തന്നെ ഞാൻ ഇപ്പോഴും നമ്മൾ എവിടെ പോയാലും ആ ഒരു സോങ്, വേനൽപ്പുഴ എന്നുള്ള സോങ് അല്ലെങ്കിൽ മാടമ്പിയിലെ പയ്യനൊക്കെ പറഞ്ഞ് ഓടി വരുന്നത്, ആ 2 സിനിമകൾ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും എന്നെ ആൾക്കാരെ ഓർത്തിരിക്കുന്നത് ആ 2 കാര്യങ്ങളിലാണ്. ഇപ്പോഴും അവരെൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഇത് ചെയ്യുന്നതും ആ 2 സിനിമ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് നല്ല 2 സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ. ആ മുഖം ഒന്ന് രജിസ്റ്റർ ആവുക, എന്നോടുള്ളൊരു ഇഷ്ടം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് ക്വാളിറ്റി സിനിമകളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നമുക്ക് അത്യാവശ്യം നല്ല സിനിമകൾ തമിഴിലും തെലുങ്കിലൊക്കെ ഉണ്ട്, അതിൽ തൃപ്തിപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. ഇപ്പോഴും ഈ നമ്മുടെ സിനിമയുടെ അകത്തൊക്കെ തന്നെ ഈ സീൻസ്, കോമഡി സീൻസ് എടുത്തിട്ട് ചാനൽസിൽ വിടുന്ന ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. ആ സമയത്ത് മാടമ്പിയിലെ നീ എങ്ങോട്ടാ, ഞാൻ സിനിമ കണ്ടിട്ട് മൂത്രം ഒഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് മൊത്തം കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഓപ്പോസിറ്റ് ആർസറിന്റെ കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അനിയനെ. വളരെ നാച്ചുറൽ ആയിട്ട് ആ സീക്വൻസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്റെ മൂന്നാമത്തെ സിനിമ. അപ്പൊ നമ്മളൊരു അത്രയും കോമിക് ടൈമുള്ള ഒരാളുടെ ഓപ്പോസിറ്റ് നിന്നിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതിന് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു? റിഹേഴ്സൽസ് ഉണ്ടായില്ല, ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ആ ടെൻഷൻ ഒറിജിനലാണ്. അത് ഒറിജിനൽ ടെൻഷനാണ്. ഞാനാകെ കാര്യം എൻ്റെ മുന്നിൽ നിൽക്കുന്നതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാർ, ലാൽ സാറ്, ഇന്നസെൻ്റ് ഏട്ടൻ, ജഗതി ചേട്ടൻ, അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടെ നിന്ന് അഭിനയിക്കാൻ ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയായിരുന്നു, ടു ബി ഫ്രാങ്ക്. ശരിക്കും എൻജോയ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, അതോ ഒരു ലാലേട്ടൻ പടം കൊണ്ട് ചെയ്തേക്കാം അതായിരുന്നു എക്സൈറ്റ്മെന്റ്? ഇല്ല, ഞാൻ സത്യം പറയണമെങ്കിൽ ഈ ലാലേട്ടൻ ആ സിനിമയിലേക്ക് ബി ഉണ്ണികൃഷ്ണൻ ആദ്യം വിളിക്കുമ്പോൾ ഞാനത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറുമായിരുന്നു. കാര്യം ആ സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് തമിഴ് സിനിമ ഉണ്ടായിരുന്നു, ടാക്സി 4777 അതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഡേറ്റ് ഒന്ന് മാറിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ രണ്ടാമത് വിളിച്ചു, സാർ എൻ്റെ ഡേറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ഈ ഡേറ്റുകൾ എനിക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതിലേക്ക് തന്നെ വിളിക്കാൻ മെയിൻ റീസൺ അഞ്ചാതെ സിനിമയാണ്. അഞ്ചാതിലെ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ സാർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഡേറ്റ് മാറിയപ്പോൾ ഞാൻ വന്ന് അഭിനയിച്ചു മാടമ്പി. അങ്ങനെയാണ് എനിക്ക് വീണ്ടും ആ ഒരു സമയത്ത് അത് അഭിനയിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഈ സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ആ സിനിമകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? വളരെ കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റുള്ള ഇപ്പം പറഞ്ഞ പാട്ട്, ഫൈറ്റ്, പ്രേമം, അങ്ങനെയുള്ള ഒരു പാക്കേജ് സിനിമയുണ്ടല്ലോ, അതാണോ അജ്മലിന്റെ മനസ്സിലുള്ളത്? ഇല്ല, എനിക്ക് എല്ലാ തരത്തിലുള്ള ജോണേഴ്സുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഫാമിലി മൊത്തം തിയേറ്ററിൽ വരണം, ഒരുമിച്ചിരുന്ന സിനിമ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ അതൊരു കമേഴ്ഷ്യൽ, ഇപ്പൊ കൂലി ഫാമിലി എല്ലാവരും പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൂ ഫ്രം സോ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ പോയി കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ മലയാളികളുടെ ഇപ്പൊ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി മൊത്തത്തിൽ പോകും. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും കൂടി വന്ന് കാണുന്ന സിനിമകളായിരിക്കണം ഞാൻ ഉണ്ടാക്കേണ്ടതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പേഴ്സണലി പോയി കാണുന്ന ഒരു ഗോ ടു സിനിമയുണ്ടോ? ഞാൻ സത്യം പറയണമെങ്കിൽ
മാക്സിമം ഒരു സിനിമയും വിടാറില്ല. എല്ലാ ഭാഷകളിലും എല്ലാ സിനിമയും അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ ഞാൻ പോയി കാണും. ഈ ഇപ്പൊ തമിഴിലൊക്കെ വലിയ സുഹൃത്ത് വലയം ഇൻ ദ സെൻസ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ ഉള്ളതാണല്ലോ. ഈ കോവിഡിന് ശേഷം മലയാള ഫിലിംസിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുഡ് വില്ലുണ്ട്, ഇവിടെ ഉണ്ടായ ഒരു മലയാളം സിനിമയ്ക്കുണ്ടായ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളത്തിൻ്റെത്. ഇപ്പോഴും അതെ. മറ്റുള്ള ഭാഷകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായി നല്ല ക്വാളിറ്റിയിൽ സിനിമ വരുന്നത്, നല്ല ആർട്ടിസ്റ്റുകളും നല്ല ഫിലിം മേക്കേഴ്സും ഉള്ളത് ഇപ്പോൾ മലയാളത്തിലാണ്. തമിഴിനെയും തെലുങ്കിനെയും വെച്ച് നോക്കുമ്പോൾ അതിന് കുറേ പേര് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നശിപ്പിച്ചു എന്നുള്ളത് അത് സങ്കടകരമായ ഒരു ദുഃഖാവസ്ഥ. അതുപോട്ടെ, നമുക്ക് കമ്മിങ് ടു ദ പോയിന്റ്, കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും മേക്കിങ്ങും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു 35 to 40 ഡേയ്സിൽ പരിപാടി തീർക്കും. അത് ഇമ്മീഡിയറ്റ്ലി റിലീസ് ഉണ്ടാവും. പക്ഷെ തമിഴ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 3 to 4 months, മിനിമം ഒരു 4 months, 7 to 8 months വരെ പോകും ഒരു സിനിമ ചെയ്ത് അത് റിലീസായി തിയേറ്ററിൽ വരാനായിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു 3 months ഗ്യാപ്പിനുള്ളിൽ ഒരു സിനിമ തീർത്ത് റിലീസ് ചെയ്യുകയാണ്. അവിടെ ആ സമയത്ത് നമ്മൾ ഒരു 3 സിനിമയുടെ എഫേർട്ടാണ് നമ്മളവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം. ഈ തെലുങ്കോ തമിഴോ ഒരു കാര്യം മലയാളത്തിലേക്ക് ഇംപ്ലിമെന്റ് ആവണം, അല്ലെങ്കിൽ മലയാളം കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സെൻസിബിലിറ്റീസ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പരിപാടികളുണ്ട്. അതിന് പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അത് കൊടുക്കാൻ ഒരു ഫിലിം മേക്കറിന് സാധിക്കുമ്പോഴാണ് ഹിറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ മലയാളി പ്രേക്ഷകർ വളരെ വ്യത്യസ്തരാണ്. അവർ ഇപ്പോൾ സൂ ഫ്രം സോ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ഹിറ്റാണ്. അത് അവർ കന്നഡ സിനിമയായിട്ട് തന്നെ കാണുന്നതാ, ഡബ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ തന്നെ മലയാളത്തിൽ എടുത്തു വെച്ചാൽ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുള്ളത് കുറെ ചേഞ്ചസ് വരുത്തിയാൽ വർക്ക്ഔട്ട് ആവുള്ളൂ. അതേപോലെ തന്നെ ബാഹുബലി, അത് ദേ നോ ദാറ്റ് ഇറ്റ്സ് എ തെലുഗു ഫിലിം. അത്ര ആ ഒരു സാധനം അവർ എൻജോയ് ചെയ്ത് കാണുക. ഇപ്പൊ വരാൻ പോകുന്ന കാന്താര മാത്രമല്ല കൂലിയും ഇത്രയും സ്റ്റാർ കാസ്റ്റ്, രജനി സാർ പടം, രോക്കി, ആ ഒരു കോംബോ. അപ്പൊ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർക്ക് ആ സിനിമകൾ അങ്ങനെയാണ് കാണേണ്ടത്. അതേ സമയത്ത് ഒരു മലയാള സിനിമ കാണാൻ പോകുമ്പോൾ ഓക്കെ ഫൈൻ, ഒരു കൊച്ചു സിനിമയാണ്, ഞങ്ങളുടെ സിനിമയാണ് എന്നും പറഞ്ഞാൽ അവർ പോയി കാണാൻ പോകുന്നത്. അപ്പൊ അവർ അതിൻ്റെതായിട്ടുള്ളൊരു ഇതിലാണ് അവർ പോയി ആ സിനിമ കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ റീസെന്റ് നല്ലൊരു ഹിറ്റ് സിനിമ പറയുമ്പോൾ ഒരു കിഷ്കിന്ദ കാണ്ഡം, വളരെ ചെറിയ സിനിമയാണ്, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ അവരത് എൻജോയ് ചെയ്ത് കണ്ടത് സ്വന്തം സിനിമ, സ്വന്തം നാട്ടുകാർ, അവരുടെ ഒരു ഇമോഷൻസ് അതൊക്കെ കണക്ട് ആയ ആൾക്കാർക്ക്. അങ്ങനെയാണ് ആ സിനിമ വലിയ ഹിറ്റ് ആകുന്നത്. പിന്നെ മലയാളത്തിൽ ഇപ്പൊ ഒരു സിനിമ വലിയൊരു സക്സസ് ആണെങ്കിൽ അതിന്റെ റൈറ്ററിനോ മേക്കറിനോ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പേഴ്സണലി അത് സംസാരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ ചെയ്യും. എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടു ഞാൻ ഉടനെ കാര്യം പറയും. റീസെന്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അത് ഞാൻ കിഷ്കിന്ദാകാന്ഡത്തിന്റെ ഡ്രസ്സിൽ സംസാരിച്ചിരുന്നു. പിന്നെ മലയാളത്തില് പിന്നെ നമ്മുടെ ആസിഫിന്റെ വേറൊരു സിനിമ റീസെന്റ് റിലീസായത് രേഖാചിത്രം. എനിക്ക് ഉജ്ജ്വലന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ പിള്ളേരുടെ ബാക്ക്ഗ്രൗണ്ട് കൊച്ചു പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സിനിമകൾ കാണുകയും ചെയ്യും, ഇഷ്ടപ്പെട്ടാൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ തമിഴിൽ ഇനി അങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? മലയാളത്തിൽ എനിക്ക് മനസ്സിലായി. അതെ, തമിഴിലും ഇപ്പോൾ ഞാനൊരു കാര്യം ഈ ഒരു സിനിമയോട് തീരുമാനിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യുക, നല്ലൊരു ടെക്നിക്കൽ ടീമിനെയും ആർട്ടിസ്റ്റിനെയും സെറ്റാക്കിയതിനു ശേഷം മാത്രമേ ഇറങ്ങുക. ഒരു നല്ല പ്രൊഡ്യൂസർ ബാക്കപ്പ് മസ്റ്റായിട്ട് വേണം. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ടീമിനെ ഇറക്കി പരിപാടികൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പതുക്കെ ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആഗ്രഹം എത്രത്തോളം സഫലമാവുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് മൂവിങ് ഓൺ. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ സിനിമ വരും, പിന്നെ ഞാൻ അതിന്റെ പറയാൻ പോകും. അതാണ് സംഭവിക്കാറ് പലപ്പോഴും. ഈ ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമ വന്നുകൊണ്ടുണ്ടായ ഗുണം എന്താ? ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമയിൽ വന്ന സർവൈവ് ഭയങ്കര കഷ്ടപ്പാടാ. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കണം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ശരിക്കും നല്ല സുഹൃത്തുക്കൾ ചേരുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്.